ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയ പിന്നെ ഒരു തിരിച്ചുപോക്ക് പിന്നെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എന്നും മന്തി ഉണ്ടാക്കുമ്പോ ഇതേ രീതിക്കായിട്ട് ഉണ്ടാക്കുമല്ലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പെരി പെരി ചിക്കൻ മന്തി ഇല്ലേ, അതാട്ടോ ഞാൻ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങിയാലോ. ഒരു പാനിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെച്ച് പൊടിക്കാത്ത മല്ലിയും കുരുമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ ഇപ്പോൾ കൈ ക്ലീൻ ചെയ്ത് ചിക്കൻ എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസ് എടുക്കാം കേട്ടോ. എന്നതിന് ശേഷം ഈ പൗഡേഴ്സ് ഇട്ട് കൊടുക്കുക. ഉള്ളി, ക്യാപ്സിക്കം, മാഗി ക്യൂബ്, മല്ലിയില, പുതിനയില, അരക്കപ്പ് ഓയിൽ, പിന്നെ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ, ചില്ലി ഫ്ലേക്സ് അത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് അരമണിക്കൂറിൽ 2 മണിക്കൂറെങ്കിലും എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ ഇത് ഒരുപാട് സമയം വെക്കുന്നുണ്ടെങ്കിൽ തന്നെ അത്ര ഇതിലേക്ക് മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചിക്കനിൽ. ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റാണ് വെച്ചത്. അപ്പം തന്നെ ചിക്കനിൽ നല്ലോണം മസാല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒറ്റ വിസിൽ ഓയിലും പിന്നെ ഒരു വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനിയിപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. ഒരു വലിയ പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലും നെയ്യും ഇട്ട് കൊടുത്തിട്ട് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. പിന്നെ പൊടിക്കാത്ത മല്ലി, കുരുമുളക് വേണം. പിന്നെ ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം, മാഗി ക്യൂബ്, മല്ലിയില, പുതിനയില, ഇത്രയും ഐറ്റംസ് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഈ മാഗി ക്യൂബെല്ലാം ഒന്ന് മെൽറ്റായി വന്നാൽ ഒരു കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിൽ ഞാനിപ്പോൾ 6 കപ്പിന് 9 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റൈസ് ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല പോലെ തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്ത് കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം നല്ലപോലെ വറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കറക്റ്റ് 10 മിനിറ്റ് ഒരു 60% നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. റൈസ് ഓവറായിട്ട് കുക്കായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓവറായിട്ട് കുക്കായി പോയാൽ ഒക്കെ ഫ്ലോപ്പായി പോകും, പിന്നെ പറഞ്ഞിട്ടേ കാര്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആ സെയിം പാനിലേക്ക് റൈസൊക്കെ മാറ്റിയിട്ട് ലാസ്റ്റ് ഒരു ലെയറാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ചിക്കൻ്റെ ഈ ഗ്രേവിയില്ല നല്ല പോലെ ഉണ്ടേനും അത് ആദ്യം ഇട്ട് കൊടുക്കുക. റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അപ്പം ഞാൻ അത് എടുത്തിട്ടില്ല, എൻ്റെ കൈമൽ ഇല്ലേനും. അപ്പോൾ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. എന്നതിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. മേലെ ചിക്കൻ വെക്കുക, ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള പെരി പെരി ചിക്കൻ മന്തിയാണ്. ട്രൈ ചെയ്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെടും, അടിപൊളിയാണ്.